അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ഏതൊരു ആക്ടേഴ്സിനോട് ചോദിച്ചാലും അവർ പറഞ്ഞ ഒരു കാര്യം ഒരു സ്ക്രീനിലെങ്കിൽ ഒരു ഷോട്ടിലെങ്കിലും ഇന്ന് ആക്ടേഴ്സ് സൂര്യയുടെ കൂടെ, വിജയുടെ കൂടെ, മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിന്റെ കൂടെ ഒരു ഷോട്ടിൽ ഇങ്ങനെ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ പോലും ഇല്ലാതിരിക്കുന്നില്ല. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ അതെല്ലാം അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള മൊമെന്റ്സ്? എങ്ങനെ ഉണ്ടായിരുന്നത്? അയ്യോ ഭയങ്കരല്ലേ, ഈ പറഞ്ഞ പോലെ ഫാൻ ഗേൾ മൊമെന്റ്സ് ആയിരുന്നു. എല്ലാ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോഴത്തേനും ഞാൻ അവരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കും, അവരെ ഒബ്സർവ് ചെയ്യും, അവരെങ്ങനെയാണ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട്, ഇപ്പോൾ ആക്ടിങ്, ക്യാമറയ്ക്ക് മുന്നിലും പുറകിലും എങ്ങനെയാണ് അവർ. അപ്പോൾ അത് കണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ളത് മാത്രമല്ല, നമ്മൾ സ്ക്രീനിൽ കണ്ട് വളർന്നവരാണല്ലോ നമ്മളെല്ലാവരും. അപ്പം ഇവരായിട്ട് നേരിട്ട് ഇടപെടുമ്പോൾ അവർ നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുക. അതായത് ജസ്റ്റ് സ്റ്റാർഡം മാത്രമല്ല, അവർ ഭയങ്കര ഇൻ പേഴ്സൺ ഭയങ്കര സ്വീറ്റ് ആൻഡ് ഭയങ്കര ലൈക്ക് നമുക്കെന്താ കൂടുതൽ അഡ്മിറേഷൻ തോന്നും. മമിതാനോട് ചോദ്യം ചോദിക്കാനുണ്ട്. ആസ് എ മലയാളം പ്രൊഡ്യൂസർ, യെസ് സർ, how was it working in a Malayalam setup versus a Telugu and a Tamil setup? Are you more comfortable over here or are you more comfortable over there? I know it's a very difficult answer. I know you would say. No, definitely not, sir. So I think for an actor, എനിക്ക് തോന്നുന്നു അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ക്വാളിറ്റിയിൽ വേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് സെറ്റപ്പിനോടും ഏത് ക്യാരക്ടറിനോടും അഡാപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ മലയാളത്തിൽ ചെയ്യുമ്പോൾ തന്നെ ആണെങ്കിലും രണ്ട് സിനിമകൾ ചെയ്യുമ്പോൾ ആ രണ്ട് സെറ്റും വേറെ വേറെ രീതിയിലായിരിക്കും. അവിടുത്തെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ തരത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഭാഷ മാറുന്നു, ഭക്ഷണം മാറുന്നു, ക്ലൈമറ്റ് മാറുന്നു എന്നുള്ളതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു ക്ലീൻ സ്ലൈറ്റോടെ നമ്മൾ എല്ലാ സിനിമയിലും ചെല്ലുമ്പോഴത്തേനും ഇറ്റ്സ് ദ സെയിം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതുവരെ ടച്ച്വുഡ് എനിക്ക് എല്ലാ സെറ്റും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാ സെറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. തമിഴ് ചെല്ലുമ്പോഴാണെങ്കിലും തെലുഗു, നമ്മുടെ ഹൈദരാബാദൊക്കെ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോഴാണെങ്കിലും ഭയങ്കര വെൽക്കമിങ് ആണ് അവർ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു ഘടകമാണ്. അങ്ങനെ ചോദിച്ചാൽ കുറേ ഡ്രീം റോൾസ് ഉണ്ട്. എന്താ പറയുക, ഐ തിങ്ക് എനിത്തിങ് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യാനായിട്ട് കൂടുതലും ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലാതെ നമുക്കായിട്ട് ഒരു ആക്ടർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അത് ചെയ്യാൻ. താങ്ക് യു സർ. പ്രദീപ്, like sir asked like how she is dealing with other language films and all. Even I had the doubt, like, because the dialogues were huge. It had like lengthy 2-page 3-page dialogues. She coming from Kerala, but she was very well prepared for each and every shot or each and every scene. When she comes to the set itself, she'll be very prepared with each and every word. She knows the meaning of it. She came to the rehearsals, we rehearsed. She is very sincere, professional and all those things. So I don't think language will be a barrier for Mamita, because she's working on it. She takes so much effort to memorize all the dialogues, so it doesn't look like it's coming from her brain and all. It's just flowing like that because she's so much prepared. എങ്ങനെയാണ് താങ്കൾ കഥയിലെ കഥാപാത്രങ്ങൾ എന്നെ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് കഥാപാത്രം എത്തിക്കണം, എൻ്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് സാർ. ഇപ്പം ഞാൻ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴത്തേനും ആ കഥ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ആ കഥ ആൾക്കാരിലേക്ക് എത്തുന്ന രീതി എങ്ങനെയാണ്, എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് അതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്, അതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് നല്ല രീതിയിൽ അതിനോട് ജെനുവിൻലി നമുക്കത് എന്താ ഫുൾ ജസ്റ്റിസോടെ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനത്തെ പോർട്രേ ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുകയും മാത്രമേ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറെ വരുന്നുണ്ട്. നോർമലി ഇപ്പൊ പല ആക്ടേഴ്സിന് വരുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു ഒരെണ്ണം ക്ലിക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ക്യൂട്ട് ബബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ വന്ന് പോകുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതേപോലെ അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരണം. മമ്മയെ നോക്കുമ്പോൾ ചെയ്തിട്ടുള്ള ആദ്യ ഒരു സെറ്റ് മാറ്റാണ് അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് മാറി വരുന്നുണ്ട്. എത്രത്തോളം സ്റ്റെപ്പായിരുന്നു അത് ബ്രേക്ക് ചെയ്യാൻ? അത് ബ്രേക്ക് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ പ്രേമലു ആണെന്ന് പറയാം. കാരണം പ്രേമലു ഭയങ്കര റിലേറ്റബിൾ ക്യാരക്ടർ ആയത് കാരണം അത് ഈ പറഞ്ഞ പോലെ ഹിറ്റായി. അപ്പോൾ
എനിക്ക് അത് കഴിഞ്ഞിട്ട് വന്ന മലയാള പടങ്ങൾ ഏറെ അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഈ റീനു ആയിട്ട് കുറേ തരത്തില് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു എനിക്ക് വന്നോട്ടുണ്ട്. അപ്പോൾ അത് അവിടെ മാത്രമാണ് ഞാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്ത് മാറ്റിയത്. ബാക്കി ഇപ്പോൾ സൂപ്പർ ഷെഫിനെ കഴിഞ്ഞിട്ട് വന്നതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ക്യാരക്ടേഴ്സാണ്, നല്ല സിനിമകളുടെ ഭാഗമാണ്, അല്ലാതെ ഒരു എന്താ പറയുക ടൈപ്പോ ആയി പോവുക അങ്ങനെയുള്ള ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് അത്രയും വിസിബിലിറ്റി, അത്രയും റെക്കഗ്നിഷൻ ആയി കഴിയുമ്പോഴത്തേനും ആൾക്കാർ നമ്മളിൽ എങ്ങനെയാണ് കാണാൻ തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവും നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ കോൺഷ്യസ്ലി എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അതുവരെ ഐ വാസ് ലൈക്ക് നല്ല പടത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ക്യാരക്ടേഴ്സിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും.